2026 BJPയെ സംബന്ധിച്ച് ഒരു തന്ത്രപ്രധാനമായ വർഷമാണ്. അവർക്ക് അധികാരമില്ലാത്തിടത്തെല്ലാം ഏത് കുതന്ത്രവും പയറ്റി അധികാരം പിടിക്കുന്ന രീതിയൊന്നും വില പോകാത്ത 3 സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ എന്നിവയാണ് ആ സംസ്ഥാനങ്ങൾ. രാജ്യം യുദ്ധത്തിന്റെ ഭീകരതയിൽ നിൽക്കുമ്പോഴും 2 മന്ത്രിമാരുടെ രാജിയാണിപ്പോൾ ദക്ഷിണേന്ത്യയെ തന്നെ പിടിച്ചുകുലുക്കുന്നത്. ഈ രാജിയെ ആയുധമാക്കാനാണ് ഇതിനിടയിലും BJPയുടെ നീക്കം. തമിഴ്നാട്ടിലായിരുന്നു ഏറെ കോളിളക്കമുണ്ടാക്കിയ രാജി നടന്നത്. അതും സുപ്രീം കോടതിയുടെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് ഈ മന്ത്രി രാജിവെച്ചതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷത്തോളം മാത്രം ബാക്കിയിരിക്കവേ DMKയ്ക്ക് തിരിച്ചടിയായി ഈ മന്ത്രിമാരുടെ രാജി ഉണ്ടായിരിക്കും എന്നത് ഉറപ്പ് തന്നെ. കോയമ്പത്തൂർ അടക്കമുള്ള കൊങ്കുനാട് മേഖല പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാൻ DMK ശക്തമായ നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് സെന്തിൽ ബാലാജി രാജിവെച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെ നിയമസഭാ സമ്മേളന വേദിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലാതിരുന്നത് രാജിയുടെ സൂചനകൾ നൽകിയിരുന്നു. ജോലിക്ക് കോഴ വാങ്ങിയ കേസിൽ ED അറസ്റ്റ് ചെയ്ത് 1 വർഷത്തിലേറെ ജയിലിൽ കഴിഞ്ഞ സെന്തിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ജാമ്യം ലഭിച്ച 3-ാം നാൾ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സെന്തിലിന് രാജകീയ വരവേൽപ്പായിരുന്നു DMK നൽകിയത്. നേരത്തെ വഹിച്ചിരുന്ന വകുപ്പുകളും തിരികെ നൽകി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊങ്കനാട് മേഖലയിൽ നിന്നും അണ്ണാ DMK പിഴുതെറിയാനുള്ള തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടത്. അദ്ദേഹത്തെ പരമാവധി സംരക്ഷിക്കാൻ DMK ശ്രമിച്ചുവെങ്കിലും കോടതി കർശന നിലപാട് സ്വീകരിച്ചതോടെ വഴിയടഞ്ഞു. 2 തവണ രാജിവെക്കേണ്ടി വന്നതോടെ സർക്കാരിന്റെ പ്രതിച്ഛായ കണക്കിലെടുത്ത് ഇനിയൊരു തിരിച്ചുവരവിന് സാധ്യത കുറവാണ്. അതേസമയം ഹൈന്ദവ വിശ്വാസങ്ങളെയും സ്ത്രീകളെയും അപമാനിച്ചെന്ന ഗുരുതരമായ ആരോപണമാണ് മുതിർന്ന നേതാവായ K. പൊന്മുടിക്ക് വിനയായി മാറിയത്. പരാമർശത്തെ വിമർശിച്ച മുഖ്യമന്ത്രിയുടെ സഹോദരിയും DMK ഡ്യൂട്ടി ജനറൽ സെക്രട്ടറിയുമായ കനിമൊഴി തന്നെ രംഗത്തെത്തിയതോടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പൊന്മുടിയെ നീക്കിയിരുന്നു. എന്നാൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പൊന്മുടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയും സ്ത്രീ വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ഭയവുമാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കാൻ DMK തീരുമാനിച്ചത്. അനധികൃത സ്വത്ത് സമ്പാദനം, ചെമ്മണ്ണ് കടത്തിയ തുടങ്ങിയ കേസുകളും പൊന്മുടിക്കെതിരെയുണ്ട്. സ്വത്ത് കേസിൽ കോടതി ശിക്ഷിച്ചതിനെ തുടർന്ന് അദ്ദേഹം നേരത്തെ രാജിവെച്ചിരുന്നതാണ്. എന്നാൽ പിന്നീട് തിരിച്ചു വരികയായിരുന്നു. കരുണാനിധിയുടെ കാലത്തും മന്ത്രിയായിരുന്ന പൊന്മുടിക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. സെന്തിൽ ബാലാജി വഹിച്ചിരുന്ന വൈദ്യുതി വകുപ്പ് ഗതാഗത മന്ത്രി SS ശിവശങ്കരനും എക്സൈസ് വകുപ്പ് ഭവന വകുപ്പ് S മുത്തുസ്വാമിക്കും കൈമാറി. സെന്തിൽ ബാലാജി നേരത്തെ ജയിലിൽ ആയിരുന്നപ്പോഴും മുത്തുസ്വാമിക്കായിരുന്നു എക്സൈസ് വകുപ്പ് ലഭിച്ചത്. വേറെ ഒന്നും ആയുധമാക്കിയില്ലെങ്കിലും BJP ഹൈന്ദവ ആചാരങ്ങളെ അപമാനിച്ചെന്ന പോയിന്റിൽ തമിഴ്നാട്ടിൽ പിടിമുറുക്കാൻ നോക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഭരണകക്ഷിയായ DMK അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു BJPയുടെ ലക്ഷ്യമെന്ന് BJP മുൻപേ പറഞ്ഞതാണ്. അവസാന നിമിഷത്തെ രാജി അത് DMKയ്ക്ക് ക്ഷീണമുണ്ടാക്കുമെന്ന കാര്യം തീർച്ച തന്നെ.